സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് പണം നൽകിയ മലയാളികളെ മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. വിദ്വേഷത്തിന്റെ പ്രചാരകർ രാജ്യത്തിനെതിരെ നുണകൾ പ്രചരിപ്പിക്കുമ്പോൾ മനുഷ്യത്വത്തിന്റെയും മനുഷ്യസ്നേഹത്തിന്റെയും കഥകളിലൂടെയാണ് മലയാളികൾ പ്രതിരോധം ഉയർത്തുന്നതെന്ന് മുഖ്യമന്ത്രി പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. ഒരു മനുഷ്യനെ രക്ഷിക്കാൻ, ഒരു കുടുംബത്തിന്റെ കണ്ണീരൊപ്പാൻ അവർ മനുഷ്യസ്നേഹത്തിന്റെ ഉദാര മാതൃക സൃഷ്ടിച്ചു. ഇതാണ് കേരളത്തിന്റെ യഥാർത്ഥ കഥയെന്നും അദ്ദേഹം പറഞ്ഞു. വർഗീയതയ്ക്ക് തകർക്കാനാവാത്ത സാഹോദര്യത്തിന്റെ കോട്ടയാണ് കേരളം എന്ന ഉറച്ച പ്രഖ്യാപനമാണിത്. ഈ ലക്ഷ്യത്തിനായി ഒത്തുചേർന്ന എല്ലാ സുമനസ്സുകളെയും അഭിനന്ദിച്ചു. പ്രവാസി മലയാളികളുടെ പങ്കിനെയും ഇദ്ദേഹം പ്രശംസിച്ചു. മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ: വെറുപ്പിന്റെ പ്രചാരകർ നാടിനെതിരെ നുണക്കഥകൾ ചമയിക്കുമ്പോൾ മാനവികതയെയും മനുഷ്യസ്നേഹത്തിന്റെയും ജാഗകളുടെ പ്രതിരോധം ഉയർത്തുകയാണ് മലയാളികൾ. സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി ലോകമാകെയുള്ള മലയാളികൾ കൈകോർത്ത് സമാഹരിച്ച 34 കോടി രൂപയാണ് ഒരു മനുഷ്യജീവൻ കാക്കാൻ, ഒരു കുടുംബത്തിന്റെ കണ്ണീരൊപ്പാൻ ഒറ്റക്കെട്ടായി അവർ സൃഷ്ടിച്ചത് മനുഷ്യസ്നേഹത്തിന്റെയും ഉദാത്ത മാതൃകയാണ്. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. വർഗീയതയ്ക്ക് തകർക്കാനാകാത്ത സാഹോദര്യത്തിന്റെ കോട്ടയാണ് കേരളമെന്ന അടിയുറച്ച പ്രഖ്യാപനമാണിത്. ലോകത്തിന്റെ മുന്നിൽ കേരളത്തിന്റെ അഭിമാനമുയർത്തിയ ഈ ലക്ഷ്യത്തിനായി ഒത്തൊരുമിച്ച എല്ലാ സുമനസ്സുകളെയും ഹാർദമായി അഭിനന്ദിക്കുന്നു. പ്രവാസി മലയാളികൾ ഈ ഉദ്യമത്തിന് പിന്നിൽ വഹിച്ച പങ്ക് പ്രശംസനീയമാണ്. കൂടുതൽ കരുത്തേകി ഒരു മനസ്സോടെ നമുക്ക് മുന്നോട്ടു പോകാം. വെറുപ്പിന്റെ പ്രചാരകർ നാടിനെ നുണക്കഥകൾ ചമയിക്കുമ്പോൾ മാനവികതയെയും മനുഷ്യസ്നേഹത്തിന്റെയും ജാഗകളിലൂടെ പ്രതിരോധം ഉയർത്തുകയാണ് മലയാളികൾ. സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് ലോകമാകെയുള്ള മലയാളികൾ കൈകോർത്ത് സമാഹരിച്ചത് 34 കോടി രൂപയാണ്. ഒരു മനുഷ്യജീവൻ കാക്കാൻ, ഒരു കുടുംബത്തിന്റെ കണ്ണീരൊപ്പാൻ ഒറ്റക്കെട്ടായി അവർ സൃഷ്ടിച്ച മനുഷ്യസ്നേഹത്തിന്റെ ഉദാര മാതൃകയാണ് ഇതെന്ന് യഥാർത്ഥ കേരള സ്റ്റോറി. വർഗീയതയ്ക്ക് തകർക്കാനാവാത്ത സാഹോദര്യത്തിന്റെ കോട്ടയാണ് കേരളം എന്ന അടിയുറച്ച പ്രഖ്യാപനമാണിത്. കേരളത്തിന് ഈ ലക്ഷ്യത്തിനായി ഒത്തൊരുമിച്ച എല്ലാ സുമനസ്സുകളുടെയും ഹാർദമായി അഭിനന്ദിക്കുന്നു. പ്രവാസി മലയാളികൾ ഈ ഉദ്യമത്തിന് പിന്നിൽ വഹിച്ച പങ്ക് പ്രശംസനീയമാണ്. ഈ ഐക്യം കൂടുതൽ കരുത്തേകിന് ഒരു മനസ്സോടെ നമുക്ക് മുന്നോട്ടു പോകാം.